എന്തോ ആയിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഞാനതിന് കാര്യമാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് തുല്യായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് വധശിക്ഷ കൂടി കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. വിധി ന്യായം കേൾക്കാൻ അമ്മ ഇനി കോടതി വരാതെ പോയി കാത്തുകെട്ടി നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് നാളെ കോളേജിലേക്ക് പോകുന്നു. വേണ്ട മോനെ, ആളുകൾ കൂടിനടുത്ത് പോകാൻ എനിക്കിപ്പൊ പേടിയാ. ഇനി കുത്തുവാക്ക് കേൾക്കാൻ വയ്യ. അമ്മ ആരും ഒന്നും പറയില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൈസ് വാങ്ങുന്ന കാണാൻ എന്റെ അമ്മ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. എന്നാലും ഒരെന്നാലും ഇല്ല. പിന്നെ എന്റെ പൊട്ട സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മ ഇരുത്തിക്കൊണ്ടുവന്ന കാര്യം ഓർക്കുമ്പോഴാ ആ ലേഖയും ജൂലി എന്നെ കണ്ടപ്പം തുടങ്ങും. എന്റെ പൊന്ന് രമേശ, ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടെന്ന്. 999 രൂപ ഡൗൺ പേയ്മെന്റ്, ബൈക്ക് കൊടുക്കണ എന്റെ പരിസരത്തിൽ ഒരു പേപ്പറും കൊണ്ടുവന്നു. ഇവിടെ എവിടെയോ കാണണോ അത്? ഈശ്വരാ, അമ്മയൊന്ന് സമ്മതിച്ചു തന്നാ മതിയാ. ആ കിട്ടി. അമ്മയ്ക്ക് മോഹമില്ലാഞ്ഞിട്ടാ. നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്ന അമ്മയ്ക്ക്. പക്ഷേ മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ. അയ്യേ കരയ്യ. എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കടങ്ങൾ വിട്ടാൻ അമ്മ പെടുന്ന പാട്. പിന്നെ എന്റെ കേസ്, വക്കീൽ ഫീസ് ഒക്കെ എനിക്കറിയാം. ബൈക്ക് ഉടനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട്. അല്ല, അപ്പോഴേക്കും ഞാൻ സമ്പാദിച്ചു തുടങ്ങില്ലേ. അപ്പൊ പിന്നെ അമ്മ നോക്കിയോ, ഈ വാടക വീട് മാറി പണ്ട് നമുക്കുണ്ടായിരുന്ന കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ് പണിത് എന്റെ അമ്മയെ ഞാൻ അതിലെ മഹാറാണിയാക്കും. അമ്മ മഹാറാണി. എന്നിട്ട് ബെൻസ് കാറി കയറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംലയിലേക്ക് ഒരു ടൂർ. എന്താ? പക്ഷെ നാളെ അമ്മ മഹാറാണി എന്റെ പൊട്ട സ്കൂട്ടറിൽ തന്നെ വരേണ്ടി വരും. വരില്ലേ? വേണോ? വേണം. നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോകുന്നു. യോയോ എന്റെ അമ്മ, ഇത് എന്തു പറ്റി? ഭരണകക്ഷികൾ കൂട്ടത്തോടെ വല്ല ജനസമ്പർക്ക പരിപാടിയാണോ? പിന്നെ അല്ലാതെ, തന്നെ കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. അത് കട്ടായിട്ട് കുറച്ചു നാളായി. എങ്കിൽ പിന്നെ ഈ രമേശിന് ഒരു സെൽഫോൺ വാങ്ങിക്കൊടുത്തൂടെ? അല്ല, അതിനു വേണ്ട ഭൂകമ്പം ഇപ്പൊ എന്താ ഉണ്ടായേ? രമേശ, ജൂബിലി സെലിബ്രേഷന് സിനിമാ നടൻ മമ്മൂട്ടിയെ കൊണ്ടുവരാൻ നേറ്റത് ലേഖയില്ലേ? അത് പൊളിഞ്ഞ്. മൈ ഡിയർ സ്റ്റുഡന്റ്സ്, എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണിന്ന്. ദേവിയിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓ, ഈ കഴിവേറി മക്കള്! നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളെന്ന വചനം. അതൊരു പഴഞ്ചൊല്ലല്ലേ? ഞാൻ ഉണ്ടാക്കിയ ഒരു വചനം അന്നങ്ങ് വെച്ചോ. ആ ലേഖയുടെ വാക്കേറ്റ് അച്ഛൻ തുള്ളുമ്പോഴേ ഞാൻ പറഞ്ഞാണ് സൂക്ഷിക്കണം. എവിടെയാ അവള്? മമ്മൂട്ടിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ കിട്ടിയ അവസരം ഞാനിന്ന് കലക്കും. മൊത്തം കലങ്ങാതിരുന്നാ മതി. അതൊക്കെ രമേശ് നോക്കിക്കോളൂ. അവിടെ ഇരിടി. മുഖ്യമന്ത്രി എത്താൻ വൈകും. മമ്മൂട്ടി എത്തിയിരുന്ന ഉദ്ഘാടനമെങ്കിലും നടത്താമായിരുന്നു. ലേഖ എവിടെ? എവിടെയാ അവള്? അവളിപ്പോ വരൂ. അതോ മുങ്ങി സത്യം പറഞ്ഞോളെ. നിന്റെ ഒരു ഒറ്റ ആളുടെ ബലത്തിലാ ഈ കുരിശെടുത്ത് ഞാൻ തോളെ വെച്ചത്. വല്ലതും നടക്കുവോ? ധൈര്യമായിട്ടിരിക്കച്ചോ. മമ്മൂട്ടി മാത്രല്ല, മോഹൻലാലും എത്തും. സത്യമാണോ? അവസാനം ഞാൻ ഈ കോളേജിൽ നിന്ന് ഓടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഓടിയാൽ ഒളിക്കാൻ ഒരൊറ്റ പള്ളി പോലും ഇല്ല. എല്ലാം പൂട്ടിയിട്ടിരിക്കുക. കർത്താവാണ് അതിന്റെ അകത്ത് പെട്ടും പോയി. അച്ഛൻ എന്തായാലും അതുപോലെ വിടില്ല. ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തോ. സൂപ്പർ സ്റ്റാറുകൾ പുറപ്പെട്ടു കഴിഞ്ഞാച്ചോ. സത്യമാണോ? തനിക്ക് മനസ്സിലായോ ഇപ്പൊ എന്റെ പിള്ളേരുടെ ചോണ? എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ വന്ന ഒരു ഫോട്ടോ എടുക്കണം. ഞാനും കുറെ നാൾ നടന്നതാണ് അഭിനയിക്കാൻ. പാടോ അനൗൺസ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഹലോ നന്ദിനി. ഇന്ന് കേസിന്റെ വിധി കേൾക്കാൻ പോയില്ലേ? ഇല്ല. ഭയങ്കര തന്റെയിടം തന്നെ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മക്കളെ, മൈ ഡിയർ സ്റ്റുഡന്റ്സ്,
സുവിശേഷം അതിനും പോലെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തിരികൊടുത്തി ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും വരുന്നുണ്ട്. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നേ? പ്രിയമുള്ളവരെ, ഊഷ്മളമായ നിങ്ങളുടെ വരവേൽപ്പിന് നന്ദി. സോറി, ഞാൻ പാടാനൊരുങ്ങിയല്ല വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എടാ ഇരിക്കാൻ. ഇനി ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോവാൻ. ക്ഷമിക്കണം, മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയാണ് മക്കളെ വരുന്നത്. അച്ചോ, ഇതും മാസ്ക് ആണോ? മാസ്ക് അല്ലടാ കോപ്പ്. ഒറിജിനൽ മന്ത്രിയാ വരുന്നത്. അല്ലടോ? അതെ അതെ അതെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സാക്ഷാൽ ശ്രീ നടേശൻ സാറിനെയും അദ്ദേഹത്തോടൊപ്പം MLA സാക്ഷാൽ SA തങ്കപ്പനെയും PA ദാസപ്പനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ആഴക്കടലിൽ നീന്തുന്ന കൊച്ചു കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ തുള്ളിക്കളിക്കുന്ന സ്റ്റുഡൻസുകളെ സന്തോഷം കണ്ട നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി നടേശൻ സാറിന് സാഗര പോലെ പ്രസംഗിക്കാനുള്ള ചാലു തുറക്കലാണ് എന്റെ ജോലി. അതിലെനിക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും എന്റെ പാർട്ടി STCPയും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ കേസിന്റെ വിജയമറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കടലമ്മയുടെ കൃപയാൽ കോടതി നടേശൻ സാറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് ഒരു നിലയിലാക്കിയ നമ്മുടെ അഭിമാന സ്തംഭനമാണ് നടേശൻ സാറ്. ഇനിയും ഇതുപോലെ 100 കേസുകൾ ഉണ്ടാക്കട്ടെ എന്നും അതെല്ലാം വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ജയ് ജയ് STCP, ജയ് ജയ് STCP, ജയ് ജയ് ബഹുമാനപ്പെട്ട ഫാദർ കച്ചറത്തറ, മറ്റു ഗുരുക്കന്മാരെ, രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട CMന് അത്യാവശ്യമായി ഡൽഹി പോകേണ്ടി വന്നതിനാൽ ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ച അനുസരിച്ച് വന്നതാണ് ഞാൻ. MLA തങ്കപ്പൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ്. സത്യാന്വേഷിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ആ എന്നെ ഒരിക്കലും ദൈവവും നിങ്ങളും കൈവിടില്ല. അതാണ് എന്റെ സന്തോഷം. നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്കെതിരെ അധികാര കൊതിയന്മാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം. പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കത് സഹിക്കാനാവുമോ? അതും സ്വന്തം വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ. എന്റെ സ്റ്റാഫ് എന്ന പദവി ദുരുപയോഗപ്പെടുത്തി ആ സ്ത്രീ നടത്തിയ അഴിമതി ഞാൻ കണ്ടെത്തി താക്കീത് ചെയ്തപ്പോൾ സുന്ദരിയായ വിധവ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിക്ക് കളങ്കമുണ്ടാക്കും വിധം ശാരീരിക ചേഷ്ടകൾ കാട്ടി എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാനാണ് ശ്രമിച്ചത്. ഈ വിദ്യ ഇതിനു മുമ്പും പലരോടും പല പ്രാവശ്യം ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനതിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഒരു അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ
ഇല്ലാത്ത പീഡനത്തിന്റെ കഥ പറഞ്ഞ് എന്റെ പേരിൽ ഒരു അപകീർത്തി കേസ് നൽകി. പക്ഷേ സത്യം ജയിച്ചു. കോടതിക്ക് എന്റെ നിരപരാധിത്വം ബോധ്യമായി. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് അവരോട് പ്രതികാരമില്ല. ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചാൽ എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനിപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇനിയെങ്കിലും സ്വന്തം സൗന്ദര്യം മാന്യമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും, മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ഒരു കുലടയായി ജീവിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കരുതെന്നും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. അമ്മേ. എഞ്ചിനീയറിംഗ് കോളേജിന്റെ അമ്മേ. ആഘോഷങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അപ്പോഴേ പറഞ്ഞതല്ലേ വരുന്നില്ലെന്ന്. അമ്മ കരയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ കരുതിയില്ല. സാരമില്ല, അമ്മ വീട്ടിലേക്ക് പോവുക. സമ്മാനം വാങ്ങിയിട്ട് വന്നാ മതി. വേണ്ട, അയാളുടെ കൈകൊണ്ട് തരുന്ന സമ്മാനം എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. കോളേജിന്റെ വക നിനക്ക് തന്ന അംഗീകാരമാ. മോൻ ഒരുപാട് ആശിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കരുത്. അടുത്തതായി സമ്മാനദാനമാണ്. കായിക കലാമത്സരങ്ങളിൽ ചെല്ല്. വിജയികളായ വിദ്യാർത്ഥിനികളെ അയ്യോ, നിങ്ങൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കരയരുത്. എന്റെ മോൻ നല്ല സ്മാർട്ടായിട്ട് രാജകുമാരനെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ചെന്ന് സമ്മാനം വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ ഉടനെ എത്തണം. അമ്മ കാത്തിരിക്കും. ഉടനെ തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. ഈ കോളേജിന്റെ അഭിമാനവും നാഷണൽ ക്രിക്കറ്റിലേക്കുള്ള പ്രതീക്ഷയുമായ PR രമേശ് പ്രസാദിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായ സച്ചിൻ ടെണ്ടുൽക്കർ കയ്യൊപ്പിട്ട ബാറ്റ് സമ്മാനമായി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി രണ്ടു വാക്ക് പറയുവാൻ രമേശിനെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല ഫാദർ. രമേശ് പ്ലീസ് കം. വാടോ ഇങ്ങോട്ട്. ഞാനല്ലേ പറയണേ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു മകനും എന്റെ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീചനായി മന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. എന്റെ അമ്മ പാവമാണ്. ഈ മിനിസ്റ്റർ MLA കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേസ് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ജീവനോടെ വെച്ചേക്കില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അമ്മ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ കാല് പിടിച്ചു മാപ്പ് പറച്ചിലായി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു ഇവരെങ്ങനെ ചെയ്തു? നമ്മുടെ നാട്ടിൽ നിയമം പോലും പാവപ്പെട്ടവനെതിരാണ്. പണത്തിന്റെയും പദവിയുടെയും സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ കേസിൽ ജയിച്ചത്. തെമ്മാടിത്തരം പറയുന്നൂടെ കഴിവേറി. വേശിയുടെ മകന്റെ ഒരു വേദവാക്യം. എന്റെ അമ്മേനെ എന്താ രമേശ് എടാ, അവന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം മിനിസ്റ്ററെ രക്ഷിക്ക്. എങ്ങനെയെങ്കിലും നടേശൻ സാറിനെ രക്ഷിക്കണോ? അവനെ വെറുതെ വിടരുത്.